അപ്പോൾ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. ഞാൻ ഇപ്പോൾ പറയണമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് എന്താണ് ഡബിൾ സ്റ്റാൻഡ് കളിക്കണമെന്ന് ആലോചിക്കുകയാണ്. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ഫാമിലി വന്ന് ഒന്നാമത്തെ ഒരു ഫാമിലിയൊക്കെ വന്നത് സാധാരണ ലാസ്റ്റ് ടൈമിൽ ടോപ്പ് 5 വന്ന ആൾക്കാരെ ഫാമിലി ആയിരിക്കും ലാസ്റ്റ് മൂവ്മെൻറ്റ് കൊണ്ടുവരുന്നത് ബിഗ് ബോസ്. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് 13 പേര് ഉള്ള സമയത്ത് എന്ന് വെച്ചാൽ ഇനി ഒരു മാസം മേലെ ഉണ്ട് തീരാൻ. പക്ഷേ ഇവർ ഇപ്പോൾ കൊണ്ടുവന്ന് ഫാമിലിയെ കൊണ്ടുവന്ന് വെച്ച് അത് അവരുടെ ഗെയിം പ്ലാൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഗെയിം പ്ലാനാണ്. എന്തൊക്കെ കണ്ടസ്റ്റൻസിനെ മൈൻഡ് ഗെയിം അത് ഗെയിമിങ് മാറ്റി വേറെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടുകാരെ കൊണ്ടുവന്ന് വീട്ടുകാരത് പല കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പറയണം എന്നൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ഗെയിം പ്ലാനാണ്. ബിഗ് ബോസ് വൈകാണ്ട് അറിയാൻ പറ്റും. ജിൻഡോൻ്റെയും ജാസ്മിൻ്റെയും വീട്ടുകാർ എന്തായാലും ലാസ്റ്റേ വരുള്ളൂ, ഇപ്പോഴൊന്നും വരുമൊന്നുമില്ല. അത് ആൾക്കാരെ ക്യൂരിയോസിറ്റി ചെയ്യിപ്പിക്കുക. വെച്ചാൽ ജിൻഡോയും ജാസ്മിനൊക്കെ വീട്ടുകാർ വരുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്ക് ഇമോഷണൽ കണക്റ്റും എന്താണ് കുറിച്ച് പറയാനുള്ളതൊക്കെ കുറേ ആൾക്കാർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർ ലാസ്റ്റ് വരുള്ളൂ. ഞാൻ ഇപ്പോൾ പറയാൻ വെച്ചാൽ ഇവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ആ ടാസ്ക് എന്ന് പറയുന്നതാണ് ടിക്കറ്റ് ടു ഫിനാലെ. എന്നുവെച്ചാൽ ഈ 2 ആഴ്ച അടുപ്പിച്ച് ടാസ്ക് ആയിരിക്കും. ഫിനാലേക്ക് പോകുന്ന ടാസ്ക്കാണത് ശരിക്കും പറഞ്ഞാൽ. ആ ടാസ്ക് എന്തിനാ ഇത്ര നേരത്തെ കൊടുത്തത്? സാധാരണ ഏറ്റവും ലാസ്റ്റ് ടൈമിൽ കൊടുത്തത്. ലാസ്റ്റ് ഒരു 4, 5, 6 പേര് 7 പേരൊക്കെ വരുമ്പോഴായിരിക്കും കൂടുതലും കൊടുക്കുന്നത്. ഇത് 13 പേരും വന്നുള്ള സമയത്ത് ഈ ടിക്കറ്റ് ഫിനാലൊക്കെ കൊടുക്കുന്ന കാര്യം എന്താ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്. ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞിട്ട് ഇവർ കൊടുത്തേക്കണ ഗെയിം ടാസ്ക് എന്താണ്? എല്ലാ ടീമുകളും ഇറങ്ങി കളിക്കണം. 4 ടീമിൽ 2 പേര് വെച്ച് വരണം, ഒരാളെ ജഡ്ജി ആയിരിക്കണം. അങ്ങനെയാണ് ഇവർ പറഞ്ഞേക്കണത്. അപ്പോൾ എന്താണ് ഈ സോപ്പ് ഉരച്ച് തീർക്കണം. ഏറ്റവും കൂടുതൽ ഉരച്ച് ഷവർ ഉണ്ടാവും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഉരച്ച് തീർക്കണ ആരാണ് അവരായിരിക്കും വിജയ്. ടിക്കറ്റ് ഫിനാലിൽ വന്ന വിജയൊക്കെ കയറിപ്പോണത്. അപ്പോൾ അതിൽ ജയിച്ചേക്കണത് നമ്മുടെ സായിയുടെ ടീമാണ്. സായി, സിജോ ആൻഡ് അപ്സര ഇവരുടെ ടീമാണ് ജയിച്ചേക്കണത്. പക്ഷേ ബിഗ് ബോസ് ഇവർ ഈ ജഡ്ജിമാരെടുത്ത് എന്തോ വാണിംഗ് കൊടുത്ത് ഇവർ സംസാരിക്കണ കൊണ്ടിട്ട് വാണിംഗ് കൊടുത്ത് നിങ്ങൾ എന്താണ് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് കളിക്കുക അങ്ങനെയൊക്കെ വാണിംഗ് കൊടുത്ത്. ഈ ബിഗ് ബോസും ഈ മോഹൻലാൽ തന്നെയാണ് ഇവരെടുത്ത് ഈ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞ് ഇൻഡിവിജ്വലായിട്ട് കളിക്കും. ഞായറാഴ്ച അത്രയല്ല, മിക്ക ദിവസം പറയും ഇൻഡിവിജ്വലായിട്ട് കളിക്കും. ഇൻഡിവിജ്വൽ കളിയല്ല, ഇൻഡിവിജ്വലാണ്, ഗ്രൂപ്പായിട്ട് കളിക്കല്ലേ, നിങ്ങൾ എന്താ ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കൊടുത്തേക്കണം എന്താണ് ഈ ഗ്രൂപ്പ് ടാസ്ക് കൊടുക്കുന്നത്. ഒരിക്കലും സീസൺ 1 മുതൽ സീസൺ 5 വരെയുള്ള ടിക്കറ്റ് ഫിനാലെ നോക്കിയാൽ മനസ്സിലാവും. എല്ലാ ടാസ്കിലും ഗ്രൂപ്പല്ല, ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ ടാസ്ക്കാണ് വെച്ചാൽ കൂടിയ ടാസ്ക് വെച്ചാൽ കുറേ ടാസ്ക് ഉണ്ടാവും. അതിൽ ജയിക്കുന്ന ആളായിരിക്കും വന്നത്, മെയിനായിട്ട് ടോപ്പ് 5ലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഇവരെന്താ കാണിക്കുന്നത്? ഇവർ ഗ്രൂപ്പായിട്ട് കൊടുക്കുന്നത്. അത് നല്ല കാര്യമല്ല. ഈ പറഞ്ഞ ബിഗ് ബോസ് തന്നെ ഡബിൾ സ്റ്റാൻഡ് കളിക്കണല്ലേ. കുറച്ചു മുമ്പ് ഇൻഡിവിജ്വൽ കളിക്കണം എന്ന് പറഞ്ഞാൽ ഇവരെ കൊണ്ട് തന്നെ ടാസ്ക് കളിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് അവരൊക്കെ ചീത്തയും പറയണത് അൻസിബ, ജാസ്മിൻ, അപ്സര ഇവരെയാണ് ചീത്ത പറഞ്ഞത്. വാണിംഗ് കൊടുത്തത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ നന്നായിട്ട് ജഡ്ജ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇവരെന്താണ് കാണിക്കുക എനിക്ക് മനസ്സിലാവുള്ളൂ. ഒന്നാമത്തെ കാര്യം ഈ ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന പരിപാടി ഏറ്റവും ലാസ്റ്റാണ് വന്നത്. എല്ലാ ഡബിൾ എവിക്ഷൻ എന്ന് വെച്ചാൽ ഈ സാധാരണ ഈ വീക്ക് വരേണ്ടത് ഡബിൾ എവിക്ഷൻ വെച്ച് ഇനി പോകണം. മിക്കവരും ഡബിൾ എവിക്ഷൻ പോയി ലാസ്റ്റ് ഒരു 15-20 ദിവസം ആയിരിക്കും കൂടുതൽ ടിക്കറ്റ് ഫിനാലെ വന്നത്. ടിക്കറ്റ് ഫിനാലെ വന്നിട്ട് മെയിനായിട്ട് അതിലുള്ള ആൾക്കാരെയൊക്കെ ജയിപ്പിക്കണം. പക്ഷെ ഇവർ കാണിക്കണം എന്താണ്? നേരത്തെ 13 പേര് വെച്ചാൽ ഫാമിലി, അതിനിപ്പോൾ ഫാമിലി ഉണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കി ഇവരെന്തോ വേറെന്തോ പ്ലാനിങ് ആണ് ഉദ്ദേശിക്കണം. ഇച്ചിരി കൂടി കൂട്ടി പണി കൊടുക്കാനാണോ എന്താണെന്ന് അറിയില്ല. ഇവർ ഉദ്ദേശപ്പെടുത്തി കഴിഞ്ഞ സീസണിൽ നടന്നു വന്ന പോലെയുള്ള ഒരു മൂവ്മെൻറ്റോ ഒരു ഇതൊന്നല്ല പോണ്, പാറ്റേൺ എന്നല്ല. ഒരു വേറെ രീതിയിലും ഒന്ന് മാറ്റിപ്പിടിച്ചാലോന്ന് അറിയില്ലേ ഈ ബിഗ് ബോസിൽ. അതുപോലത്തെ ഒരു പാറ്റേണാണ് കൊണ്ടുവന്നത് എന്തായാലും ഒരു. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ അതിൽ നന്ദന എന്ന് കയറുന്നുണ്ട്. അത് ജിൻഡോയുടെ ടീമിലെ 3 പേരുള്ളതുകൊണ്ട് നന്ദനയും കയറിയിട്ടുണ്ട്. അപ്പോൾ ജയിച്ചത് നമ്മുടെ സായിൻ്റെ ടീമാണ്. സായി, സിജു, അപ്സര ടീമാണ് ടിക്കറ്റ് ഫിനാലി ഫസ്റ്റ് റൗണ്ട് ജയിച്ചത്. നമുക്ക് നോക്കാം ഇനി എവിടം വരെ പോകുന്നൊക്കെ നോക്കാം. എന്തായാലും ഇനിയിപ്പോൾ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. ഫാമിലി വരുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ റേറ്റിംഗ്? ഈ ആഴ്ച ഫാമിലി വെച്ച് പോകും. പിന്നെ ടിക്കറ്റ് ഫിനാലിൻ്റെ വെച്ചാൽ 2 ആഴ്ച 3 ആഴ്ച അടുപ്പിച്ചുള്ള ടാസ്കുകളായിരിക്കും. അതിൽ ജയിക്കാനായിരിക്കും ടോപ്പ് 5.